നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അന്താരാഷ്ട്ര ഫ്രണ്ട്ലി മത്സരത്തിൽ ബ്രസീലിന് ഫ്രാൻസ് 2-1 പരാജയപ്പെടുത്തി. ഫ്രണ്ട്ലി മത്സരമാണ്, ഒക്കെ ശരി. പക്ഷേ ഫ്രാൻസും ബ്രസീലും കളിക്കുമ്പോൾ അതിൻ്റെ ഹൈപ്പൊന്ന് വേറെ ആയിരുന്നു. ഡ്രീം മാച്ച് എന്നാണ് ഈ കളിക്ക് പേരിട്ടത്. രണ്ടു ഭാഗത്തും സൂപ്പർ താരങ്ങൾ അണിനിരന്ന കളി. ബ്രസീലിനെ ഫ്രാൻസ് അങ്ങ് തകർത്ത് കളഞ്ഞോ? അങ്ങനെയൊന്നുമില്ല. ബ്രസീലിൻ്റെ പ്രധാനപ്പെട്ട 8 താരങ്ങളില്ലാതെയാണ് കളിച്ചത്. നമ്മളത് കഴിഞ്ഞ ദിവസം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യും എന്ന് ഉറപ്പുള്ള താരങ്ങൾ ആലിസൺ ബെക്കർ ആവട്ടെ, ഗബ്രിയൽ മെഗല്ലസ് ആവട്ടെ, മാർക്കിഞ്ഞോസ് ആവട്ടെ, അലക്സാൻഡ്രോ ആവട്ടെ, അങ്ങനെ ഒരുപാട് താരങ്ങൾ. അപ്പോൾ റോഡ്രിഗോ എന്തായാലും ഇനിയിപ്പോൾ വേൾഡ് കപ്പിനും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. നിരവധി താരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് അതിൻ്റെ കണക്കടക്കം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്ന് ഉറപ്പുള്ള പല താരങ്ങളും ഇല്ലാതെ ഇറങ്ങിയൊരു ബ്രസീലാണ്. ഡിഫൻസ് ആയിരുന്നു വലിയ രൂപത്തിൽ വീക്കായിരുന്നത്. ഗബ്രിയൽ മെഗല്ലസും എദർ മിലിറ്റാവോയും മാർക്കിഞ്ഞോസും ഒന്നും ഇല്ലാത്ത ഡിഫൻസിനെ പിന്നെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ഫ്രാൻസ് അങ്ങ് ബ്രസീലിനെ പൂർണ്ണമായും തകർത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് പോരാ. വേൾഡ് കപ്പിൽ കാർലോ ആഞ്ചലോട്ടിക്ക് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ ഈ കളിയെ നമ്മൾ എടുക്കുമ്പോൾ 2 പകുതികളെ 2 തരത്തിൽ കാണണം. ആദ്യ പകുതിയിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസ് നല്ല രൂപത്തിൽ ആധിപത്യം പുലർത്തി. 2-1 ഫ്രാൻസ് ജയിക്കുമ്പോൾ എക്യുറ്റിക്കോയും കിലിയൻ എംബാപ്പയുമാണല്ലോ അവരുടെ ഗോൾ അടിച്ചത്. ആദ്യ പകുതിയിൽ എംബാപ്പയുടെ ഗോൾ, രണ്ടാം പകുതിയിൽ എക്യുറ്റിക്കയുടെ ഗോൾ. ബ്രസീലിൻ്റെ ഭാഗത്ത് ബ്രമറാണ് ഗോൾ അടിച്ചത്. അപ്പോൾ ഇതിൽ ആദ്യ പകുതി ശരിക്കും ഫ്രാൻസിൻ്റെ ആധിപത്യം. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. ഈ ഡിഫൻസ് വെച്ച് ഫ്രാൻസിനെതിരെ കളിക്കുമ്പോൾ ഷേപ്പ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആഞ്ചലോട്ടിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബ്രസീൽ ആ രൂപത്തിൽ നിന്നത്. പക്ഷേ ഒരൊറ്റ മിസ്റ്റേക്ക് മധ്യനിരയിൽ നിന്ന് അതുമായിട്ട് ബോളുമായിട്ട് മനോഹരമായിട്ട് ഒഴുകിക്കയറിയ ഫ്രാൻസ്, ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ ഓഫ് ഫ്രാൻസ്, അതിനൊടുവിലാണ് എംബാപ്പയുടെ ഗോൾ പിറക്കുന്നത്. അത് നോക്കണം. അപ്പോൾ ആദ്യ പകുതിയിൽ അങ്ങനെ നിൽക്കാനേ കഴിയുമായിരുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം ഫ്രാൻസിൻ്റെ ഈ മിസൈൽ ആക്രമണ നിര അങ്ങ് ബോംബിട്ട് തകർത്ത് പോകുമോ എന്നൊരാശങ്കയുണ്ടായിരുന്നു ബ്രസീലിൽ. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് പിന്നീട് തെളിയുകയും ചെയ്തതാണ്. എന്നാൽ ഇവിടെ കാസമിറോയുടെ പെർഫോമൻസ് ആദ്യ പകുതിയിൽ അത്ര മികച്ചതായിരുന്നില്ല, പരിതാപകരമായിരുന്നു എന്ന് പറയേണ്ടി വരും. ബ്രസീൽ ഗോൾ വഴങ്ങിയതിലൊക്കെ അദ്ദേഹത്തിന് പങ്കുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ബ്രസീലിൻ്റെ മുന്നേറ്റ നിര നോക്കണം. സൂപ്പർ മുന്നേറ്റ നിരയുമായിട്ടാണ് ഇറങ്ങിയത്. അത് കോച്ച് കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിൻ്റെ വേഗതയെ നമ്മൾ തടയാൻ നോക്കണം, അതോടൊപ്പം നമ്മുടെ മികവ് നമ്മൾ ഉപയോഗിക്കണം. മാത്യൂസ് കുഞ്ഞ, വിനി ജൂനിയർ, ഗബ്രിയൽ മാർട്ടിനെല്ലി, റാഫീഞ്ഞ ഇവർ എന്ത് ചെയ്തു ആദ്യ പകുതിയിൽ? ചില അവസരങ്ങൾ ആദ്യത്തെ ഒരു 10-15 മിനിറ്റിനിടയിൽ 1-2 നല്ല അവസരങ്ങൾ റാഫീഞ്ഞക്കൊക്കെ കിട്ടിയിരുന്നു. ഒന്നും മുതലെടുക്കാൻ പറ്റിയില്ല. റാഫീഞ്ഞൊക്കെ ശരിക്കും മങ്ങിയ കളിയാണ് കളിച്ചത്. അത് പറയാതിരിക്കാൻ വയ്യ. വിനി ജൂനിയറും റാഫീഞ്ഞയും മാർട്ടിനെല്ലിയും ഒക്കെ വളരെ മോശം പ്രകടനമാണ് നടത്തിയത്. മാർട്ടിനെല്ലിയുടെ പൊസിഷൻ അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിരുന്നോ എന്ന ചോദ്യം ഉയർന്നുമുണ്ട്. കാസമിറോയുടെ കാര്യം നമ്മൾ പറഞ്ഞു, വളരെ പത്തറ്റിക് ആയിരുന്നു. കുഞ്ഞ മികവ് കാണിച്ചൊന്നും പറയാനില്ല, പക്ഷേ അദ്ദേഹം ഹാർഡ് വർക്കിംഗ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. പൂർണ്ണമായിട്ടും ഫ്രാൻസിൻ്റെ ഒരു ഡൊമിനേഷനാണ് ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടത്. ആൻഡ്രി സാൻഡോസ് മധ്യനിരയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. വെസ്ലിയുടെ കാര്യം എടുത്തു പറയണം. വെസ്ലിക്ക് നല്ല വർക്ക് ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. കാരണം എംബാപ്പെ ആ ഭാഗത്തു കൂടി നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. വെസ്ലി തുടക്കത്തിലൊന്ന് മങ്ങിയെങ്കിലും പിന്നീട് അദ്ദേഹം ഗ്രോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കളിയിൽ കണ്ടത്. അപ്പോൾ ആദ്യ പകുതി തീർച്ചയായിട്ടും ഫ്രാൻസ് കൊണ്ടുപോയതാണ്. പക്ഷേ ബ്രസീൽ ആ ഒരു മിസ്റ്റേക്കിനാണ് ആ ഒരു ഗോള് വഴങ്ങേണ്ടി വന്നത് എന്നുള്ളതും കാണാതെ വയ്യ. പക്ഷേ രണ്ടാം പകുതിയിൽ എന്താ ഉണ്ടായത്? രണ്ടാം പകുതിയിൽ ലൂയിസ് എൻട്രിക്ക് ഇറങ്ങിയതോടുകൂടി ബ്രസീൽ നിരന്തര ആക്രമണങ്ങളിലേക്ക് പോകുന്നു. ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് തന്നെ 3-4 ആക്രമണങ്ങൾ ഫ്രാൻസിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാൻസ് 10 പേരൊന്നുമല്ല, 11 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ കഴിയാവുന്നതാണ് ഫ്രാൻസിൻ്റെ നിരയെ വിറപ്പിക്കാൻ എന്നുള്ളത് അവിടെ വ്യക്തമാവുകയായിരുന്നു. റാഫീഞ്ഞയെ പിൻവലിച്ചതോടുകൂടിയാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. ലൂയിസ് എൻട്രിക്ക് ടീമിലെടുത്തതിന് വലിയ വിമർശനങ്ങൾ ആഞ്ചലോട്ടിക്ക് നേരെ ഉണ്ടായിരുന്നു. കാരണം അത്രയധികം പ്ലെയിൻ ടൈം ഒന്നും ലഭിക്കാത്തൊരു താരമാണല്ലോ ഇപ്പോൾ എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ആഞ്ചലോട്ടി അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളത് കൃത്യമായി കാണിച്ച നിമിഷങ്ങളായിരുന്നു അത്. കളി അങ്ങനെ മുന്നോട്ട് പോകവെയാണ് ആ ഒരു റെഡ് കാർഡ് ഫ്രാൻസിനെതിരെ സംഭവിക്കുന്നത്. ഉപമെക്കാനൊക്കെതിരെയുള്ള റെഡ് കാർഡ്. ആ റെഡ് കാർഡ് വരുന്നൊരു ഘട്ടമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു നീക്കം തന്നെയാണ്. വെസ്ലിയെ ഫൗൾ ചെയ്യുകയാണ്. ലാസ്റ്റ് മാൻ ആയിരുന്നു അദ്ദേഹം. ഗോളിലേക്കുള്ള നീക്കമാണ്. അങ്ങനെ ലാസ്റ്റ് മാൻ
ഗോൾ അവസരം ഡിനൈ ചെയ്തുകൊണ്ട് റഫറി ആ ഫൗളിന് യെല്ലോ കാർഡാണ് കൊടുക്കുന്നത്. ആദ്യം ബ്രസീൽ വലിയ രൂപത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. തുടർന്ന് വാർ മോണിറ്ററൊക്കെ പോയി നോക്കിയിട്ടാണത് റെഡ് കാർഡാക്കി മാറ്റുന്നത്. 55-ാമത്തെ മിനിറ്റ് മുതൽ ഫ്രാൻസ് 10 പേരാണ്. അത് മുതലെടുക്കണമായിരുന്നു ബ്രസീൽ. വിനിയെ കളിക്കളത്തിൽ അപ്പോഴും കോച്ച് നിലനിർത്തി ജാവോ പെഡ്രോയെ കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ബ്രസീൽ മുതലെടുക്കുന്നതിന് പകരം ഫ്രാൻസ് വീണ്ടും ഗോൾ അടിച്ചു. അതും ഈ പറഞ്ഞ പോലെ ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോളിനൊടുവിലാണ് ഹ്യൂഗോ എക്കിറ്റിക്കയുടെ ഗോൾ പിറക്കുന്നത്. ഒലീസയുടെ അസിസ്റ്റിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ ഇവിടെ ബ്രസീലിന് 10 പേരായ ഫ്രാൻസിനെ പോലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ക്ലിയർ ആയിരുന്നു. ബ്രസീലിൻ്റെ ഡിഫൻസ് പൊളിഞ്ഞിരുന്നു എന്നാണ് ശരി. എതിരാളികൾ അനായാസം കയറി പോകാവുന്ന തരത്തിൽ ഏത് ഘട്ടത്തിലും എതിരാളികൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഡിഫൻസ് ആയിരുന്നു. അതിപ്പോൾ മാർക്കിന്യോസും എതിർ മിലിറ്റാവോയും പിന്നെ ഗബ്രിയേൽ മെഗലസും ഒക്കെ വരുമ്പോൾ ശക്തമാവാം. അപ്പം അതുകൊണ്ട് വലിയൊരു ആശങ്ക അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും ഈ കളിയിൽ അതൊരു പ്രശ്നമായിരുന്നു. അതിനുശേഷം 2 ഗോൾ പുറകിൽ പോയി ബ്രസീൽ എന്ന് കണ്ടപ്പോൾ മാർക്കസ് തുറാമനെ, എംബപ്പയെ പിൻവലിച്ച് തുറാമനെ, എക്കിറ്റിക്കയെ പിൻവലിച്ച് ഡിസൈഡോവിനൊക്കെ കോച്ച് ദിദിദശാം കളിക്കളത്തിലേക്ക് വിടുന്നുണ്ട്. മറുഭാഗത്ത് ബ്രസീലും നിരവധി മാറ്റങ്ങൾ വരും. ഇത് ഫ്രണ്ട്ലി മത്സരമാണ്, ആത്യന്തികമായിട്ട് ഇത് ഫ്രണ്ട്ലി മത്സരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയാവുന്നത്ര താരങ്ങൾക്ക് അവസരം കൊടുക്കാനാണ് 2 കോച്ചുമാരും തീരുമാനിച്ചത്. ബ്രസീൽ വെസ്ലിയെ പിൻവലിച്ച് റോജർ ഇബാനസിനെയും കുഞ്ഞയെ പിൻവലിച്ച് ഇഗോർ തിയാഗോയെയും ആൻഡ്രി സാന്റോസിനെ പിൻവലിച്ച് ഡാനിലോയൊക്കെ ബ്രസീലും കളിക്കളത്തിലേക്ക് വിട്ടു. അങ്ങനെ നിൽക്കുകയാണ് ഒടുവിൽ ബ്രമറിലൂടെ ഗോൾ അടിക്കുന്ന ബ്രസീൽ. അപ്പോൾ കളിയുടെ അവസാന ഘട്ടത്തിൽ വീണ്ടും ബ്രമർക്ക് ഒരു ഗോൾഡൻ അവസരം കിട്ടുന്നുണ്ട്. അത് ഗോളാക്കിയെന്ന് ഈ കളി സമനിലയാണ്. പക്ഷെ അദ്ദേഹം ഡിഫൻഡറാണ്, അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഫിനിഷിങ് ക്ലിയർ ആയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഈ കളിയിലൊരു പക്ഷേ ബ്രസീലിൻ്റെ ഏറ്റവും നല്ല അറ്റാക്കർ ബ്രമറായിരുന്നു എന്ന് പോലും ചിലർ കളിയാക്കിയെങ്കിലും പറയുന്നുണ്ട്. ജാവോ പെഡ്രോ ഒക്കെ ചെൽസി കളിക്കുന്ന മികവിലേക്കൊന്നും എത്തിയെന്നൊന്നും പറയാൻ പറ്റാത്തൊരു പ്രകടനമായിരുന്നു. ഇഗോർ തിയാഗോ പിന്നെ കുറഞ്ഞ അവസരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും പരിപൂർണമായിട്ട് ബ്രസീൽ അങ്ങ് തകർന്ന് എന്ന് പറയാനൊന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതും പല പ്രമുഖ താരങ്ങളും ഇല്ലാതെയാണ് കളിച്ചതെന്ന് പറയണം. ഫ്രാൻസും ഇതൊരു ഫ്രണ്ട്ലി മത്സരം എന്നതിനുപരി അവസാന ഘട്ടത്തിലൊക്കെ ടൈം വേസ്റ്റിങ്ങിലേക്ക് പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. ഏതായാലും അവരും മികച്ച ടീമും കൊണ്ടൊക്കെ തന്നെയാണ് ഇറങ്ങിയത്. ഫ്രണ്ട്ലി മത്സരം എന്ന രൂപത്തിൽ നിന്ന് അപ്പുറത്തേക്ക് 2 ടീമും ഇത് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഫൈനലി നമുക്കൊരു കാര്യം പറയാനുള്ളത്, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഈ തോൽവി മാത്രമല്ല, തോൽവിയുണ്ട് സമ്മതിച്ചു. ഇപ്പോൾ നെയ്മർ ഇല്ലാത്തതുകൊണ്ടാണ് തോറ്റതെന്നൊന്നും പറയാനില്ല. ബ്രസീൽ അങ്ങ് തകരുമെന്ന് കരുതിയ കുറേ ആളുകളുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. വരും മത്സരങ്ങളിൽ ആഞ്ചലോട്ടിക്ക് ഗുണകരമാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും എന്ന് വിശ്വസിക്കാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ പുറത്തിരിക്കുന്ന പ്രധാന താരങ്ങൾ മടങ്ങിയെത്തുകയൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫ്രാൻസിനോട് ഇങ്ങനെ കളിക്കാമെങ്കിൽ മറ്റു അമ്പന്മാരെയും ബ്രസീലിൽ പിടിക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.